WHERE വെയർ. എന്താണ് വെയർ? ഇതിനെ വേർന്ന് വായിക്കരുത്. ഇതാ കണ്ടോളി മക്കളെ, WERE ഇതാണ് എന്ത്? വേർ. വേർ ആയിരുന്നു. പക്ഷെ ഇതെന്താണ്? വെയർ. എവിടെ? എല്ലാവർക്കും അറിയാം വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ അല്ലേ? ഹലോ ഹലോ, വെയർ ആർ യു? നീ എവിടെയാണ്? നീ എവിടെയാണ്? പക്ഷേ ഇതേ വേർഡ് സെന്റൻസിന്റെ ഉള്ളിൽ വരുമ്പോൾ അർത്ഥം മാറുകയാണ്. അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പോരി കണ്ടോളി, ഒന്നും പറയാം. വെയർ എന്ന് പറയുന്ന വേർഡ് സെന്റൻസിന്റെ ഉള്ളിൽ വരുമ്പോൾ ആ വേർഡിന്റെ അർത്ഥമാണ് അവിടെ അല്ലെങ്കിൽ അവിടെ വെച്ച്. എന്താണ്? അവിടെ അല്ലെങ്കിൽ അവിടെ വെച്ച്. അപ്പൊ സാറ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നാച്ചായ അതോ ഈ വെയർ എന്ന് പറയുന്ന വേർഡിന് ഇങ്ങനെയുള്ള കുറച്ച് പ്രത്യേക സ്പെഷ്യൽ അർത്ഥങ്ങളും ഉണ്ട്. അതെല്ലാം ഈ ഒരൊറ്റ വീഡിയോ നമ്മൾ പഠിക്കും. ഓക്കെ ആണല്ലോ? ക്ഷമയോട് കൂടിതാ മക്കളെ പോരി. നമുക്ക് ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചേക്കാം. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ഹൗസ്. എന്താ അർത്ഥം? ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട് സന്ദർശിച്ചു ആണല്ലോ. എന്നിട്ട് 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 അവിടെ നോക്കി, വെയർ അവിടെ. എന്താണ്? അവിടെ. വി വാച്ച്ഡ് ഞങ്ങൾ കണ്ടു. എന്ത് കണ്ടു? എ മൂവി. അവിടെ ഞങ്ങൾ ഒരു മൂവി കണ്ടു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട് സന്ദർശിച്ചു, അവിടെ ഞങ്ങൾ ഒരു മൂവി കണ്ടു എന്നായി. അപ്പൊ ഈ സെന്റൻസിൽ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നാണ്. ഇനിയുള്ള സംശയം ഇതാണ്, എന്തിനാണ് ഈ സെന്റൻസിൽ കോമ ഉപയോഗിച്ചത്? ഈ കോമ ഉപയോഗിക്കാനുള്ള കാരണമാണ് ഇവിടെ ഉണ്ടോ, ഈ വെയർ എന്ന് പറയുന്ന വേർഡിന് മുന്നേയുള്ള ഈ ഒരു ചെറിയ സെന്റൻസും അതുപോലെ വെയറിന് ശേഷമുള്ള ഈ ഒരു ചെറിയ സെന്റൻസും ഇത് രണ്ടും തമ്മിൽ എന്താണ് കണക്ഷൻ ഇല്ല, ഇത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ കോമ ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ മക്കളെ യഥാർത്ഥത്തിൽ ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ഹൗസ് ഇതാണ് സെന്റൻസ്. ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സെന്റൻസ്. കഴിഞ്ഞൂടെ ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ഹൗസ്, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട് സന്ദർശിച്ചു. പിന്നെ അതിനുശേഷം എക്സ്ട്രാ എന്താണ് സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ കോമ വന്നത്. എന്ന് വെച്ചാൽ രണ്ട് സെന്റൻസുകളെ ഒന്നാക്കി മാറ്റിയതാണ്. കണ്ടോളി 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 കണ്ടോളി, പേടിക്കണ്ട. കണ്ടോളി, ഞാൻ ഈ ഒരൊറ്റ സെന്റൻസിനെ രണ്ട് പാർട്ടാക്കി കാണിച്ചു തരാം. ഒന്നാമതാണ് ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ഹൗസ്. ഓക്കെ, നിർത്തി, ഫുൾ സ്റ്റോപ്പ് ഇവിടെ നിർത്തി. ഇപ്പോൾ തൽക്കാലം ഇവിടെ കോമയല്ല, ഫുൾ സ്റ്റോപ്പാണ് വിചാരിക്കാം ആണല്ലോ. ഓക്കെ, ഇനി നമുക്കിവിടെ വേറെ ഉപയോഗിക്കാൻ പറ്റില്ല. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ഹൗസ്. ഓക്കെ, വി വാച്ച്ഡ് എ മൂവി ദെയർ. വി വാച്ച്ഡ് എ മൂവി ദെയർ. ഞങ്ങൾ അവിടെ ഒരു മൂവി കണ്ടു എന്ന് അല്ലേ? വ്യത്യസ്ത രണ്ട് സെന്റൻസുകളാക്കി മാറ്റി. ഇതിനെ ഒന്നാക്കിയിട്ട് സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെയർ ചേർത്തത്. കണ്ടോളി, ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ഹൗസ് വെയർ വി വാച്ച്ഡ് എ മൂവി. അപ്പോൾ ഈ ദയറിലോ ഈ ദയർ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എന്താക്കി, ഈ ദയർ ഒഴിവാക്കിയിട്ട് ഇവിടെ ഇതിനിടയ്ക്ക് എന്താക്കി നമ്മൾ വെയർ ചേർത്ത് കൊടുത്തു. അവിടെ എന്നുള്ള അർത്ഥമാണ് അല്ലേ? ഇവിടെ നമ്മൾ ദയർ ചേർക്കുമ്പോൾ എന്താണ്? അവിടെ എന്നല്ല, അതേ ഇവിടെ ചേർത്തു, ഒറ്റ സെന്റൻസ് ആക്കി മാറ്റി. അപ്പം എന്തായി? കണ്ടോളി, ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ഹൗസ് വെയർ ഐ വാച്ച്ഡ് എ മൂവി. അവിടെ അല്ലേ, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട് സന്ദർശിച്ചു, അവിടെ ഞങ്ങളൊരു മൂവി കണ്ടു. എത്ര മനോഹരമായ സെന്റൻസ്, ഒറ്റ സെന്റൻസ് സ്റ്റാൻഡേർഡായി. ഇനി അല്ല സാറേ, ഇവിടെ കോമ ഒഴിവാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഇവിടെ കോമ ഒഴിവാക്കരുത്, കാരണം ഇത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ കോമ ഉപയോഗിച്ചത്. ഓക്കെ, ഇനി മനസ്സിലായിട്ടില്ല, കുഴപ്പമില്ലാന്ന്. രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ 2, 3, 4 ഉദാഹരണങ്ങൾ വായിക്കുമ്പോൾ ക്ലിയർ ആവും. പോരെ. ഷീ വെന്റ് ടു കൊച്ചി യെസ്റ്റർഡേ. എന്താണ്? ഷീ വെന്റ് ടു കൊച്ചി യെസ്റ്റർഡേ. ഇന്നലെ അവൾ കൊച്ചിയിലേക്ക് പോയി. സെന്റൻസ് ഇവിടെ കംപ്ലീറ്റ് ആയി. അവൾ ഇന്നലെ കൊച്ചിയിലേക്ക് പോയി. എന്നിട്ട് അവൾ എന്ത് ചെയ്തു എന്നുള്ളത് എക്സ്ട്രാ ആണ്. എക്സ്ട്രാ അത് ജസ്റ്റ് പറയാം. അതങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കോമൊക്കെ ഇട്ട് എന്നിട്ട് പറഞ്ഞു വെയർ അവിടെ ഷീ സോ ഹെർ ഓൾഡ് ഫ്രണ്ട്. അവിടെ അല്ലെങ്കിൽ അവിടെ വെച്ച് അവൾ അവളുടെ എന്താണ് പഴയ സുഹൃത്തിനെ കണ്ടു എന്നായി. പറഞ്ഞോ? അപ്പോൾ ഇവിടെ നമ്മൾ കോമ ഇട്ടു. അതിനർത്ഥമാണ് ഇത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്.
യഥാർത്ഥ സെന്റൻസ് ഇതാണ് മക്കളെ. ഷീ വെൻ ടു കൊച്ചി യെസ്റ്റർഡേ. ഇത്രേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനുശേഷം ഒരു എക്സ്ട്രാ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കോമ കാണിക്കണം, എന്നിട്ട് വെയർ ചേർത്ത് പറയുകയാണ്. ഇനി ഇതിനെ 2 സെന്റൻസുകളാക്കി മാറ്റാൻ കഴിയുമോ? ഇതാ കണ്ടോളി, സിമ്പിളാണ്. ഷീ വെൻ ടു കൊച്ചി യെസ്റ്റർഡേ. ഇതാ ഈ കോമ കൂടെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ട് ഇതങ്ങ് കട്ട് ഒഴിവാക്കി, ഇത് ഒഴിവാക്കണം. എന്നിട്ട് ഷീ അല്ലേ, നമ്മൾ അടുത്ത പുതിയ സെന്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ അല്ലേ, ഷീ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. ഷീ സോ ഹെർ ഓൾഡ് ഫ്രണ്ട് ദയർ അല്ലേ, ദയർ. അപ്പം എന്താർത്ഥം? ദാ അവൾ അല്ലേ, അവളുടെ പഴയ സുഹൃത്തിനെ കണ്ടു അല്ലേ, അവിടെ. അപ്പം ഈ അവിടെ ഈ 2 ചെറിയ സെന്റൻസുകളെ ഒന്നാക്കി മാറ്റിയിട്ട് സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് പറയണം. അങ്ങനെ ആകുമ്പോൾ ഈ അവിടെ എന്നുള്ള ഇവിടെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതാ എന്താക്കണമെന്ന് പറയാം, ഈ ഫുൾ സ്റ്റോപ്പ് കൂടെ ഒഴിവാക്കിയിട്ട് ഇവിടെ കോമ ഇടുക, എന്നിട്ട് വെയർ ചേർത്ത് കൊടുക്കുക. അപ്പം സ്റ്റാൻഡേർഡായി. നോക്കൂ, ഷീ വെന്റ് ടു കൊച്ചി യെസ്റ്റർഡേ വെയർ ഷീ സോ ഹെർ ഓൾഡ് ഫ്രണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ സ്റ്റാൻഡേർഡായി. ക്ലിയർ? അപ്പോൾ ഇവിടെ കോമ നിർബന്ധമാട്ടോ, കോമ നിർബന്ധമാണ്. എന്തിനാ കോമ ഇട്ടുന്നോ? വ്യത്യസ്ത സെന്റൻസുകളാണ് എന്ന് കാണിക്കണ്ടേ, അതിനാണ്. അത് ഓക്കെയാണല്ലോ. അങ്ങനെ അത് ഓക്കെയാണ്. ഇനിയും സംശയമുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത 3ാമത്തെ കണ്ടോളേ. ഷീ ട്രാവൽഡ് ടു മുംബൈ എന്നർത്ഥം അവൾ മുംബൈയിലേക്ക് യാത്ര ചെയ്തു അല്ലേ, അവൾ മുംബൈയിലേക്ക് യാത്ര ചെയ്തു. മക്കളെ സെന്റൻസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ അവസാനിച്ചു സെന്റൻസ്. എന്താണ്? ഷീ ട്രാവൽ ടു മുംബൈ, അവൾ മുംബൈയിലേക്ക് യാത്ര ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് നമ്മൾ വെറുതെ എക്സ്ട്രാ പറയാം. കണ്ടോളി. വെയർ അവിടെ ഷീ മെറ്റ്, അവിടെ അല്ലെങ്കിൽ അവിടെ വെച്ച് അവൾ കണ്ടുമുട്ടി. ആരെന്നറിയോ? എ ഫേമസ് ആക്ടർ, ഒരു പ്രസിദ്ധ നടനെ കണ്ടുമുട്ടി. അവിടെ അവൾ ഒരു പ്രസിദ്ധ നടനെ കണ്ടുമുട്ടി. ഓക്കെ, അപ്പം എന്താണ് ഇത്? 2 വ്യത്യസ്ത സെന്റൻസുകളാണ്, അതിൽ ഒന്നാക്കി സ്റ്റാൻഡേർഡാക്കി പറഞ്ഞതാണ്. ഇനി ഈ ഒരു സെന്റൻസിനെ 2ആക്കി പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എന്താ കണ്ടോളി. ഷീ ട്രാവൽഡ് ടു മുംബൈ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഈ കോമക്ക് പകരം ഫുൾ സ്റ്റോപ്പ് ഇട്ടു, വെയർ വരാൻ പാടില്ല, ഓട്ടെ. ഓക്കെ, എന്നിട്ട് ഇതാ 2ാമത്തെ സെന്റൻസ് ആണ് ഷീ മെറ്റ് എ ഫേമസ് ആക്ടർ ദയർ, അവിടെ അവൾ ഒരു പ്രസിദ്ധ നടനെ കണ്ടു. പക്ഷെ ഇത് 2ആക്കിയിട്ട് മാറ്റിയില്ലേ, ഇതിങ്ങനെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് 1ആക്കി മാറ്റണം. അപ്പൊ അവിടെ എന്നുള്ള അർത്ഥത്തിന് ദയർ ഉപയോഗിക്കാതെ എന്ത് ഉപയോഗിക്കുന്നറിയോ? വെയർ എന്ന് പറഞ്ഞ് വേർഡ് ചേർത്ത് കൊടുക്കാം. 2നെയും കണക്ട് ചെയ്യണ്ടേ? അതാ കണ്ടോളി. എന്തായി? ഷീ ട്രാവൽ ടു മുംബൈ വെയർ ഷീ മെറ്റ് എ ഫേമസ് ആക്ടർ. ഇപ്പൊ എന്തായി? വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആയി. ഒരു കോമ ഇവിടെ ഇടാൻ മറക്കരുത്, കാരണം ഈ 2 സെന്റൻസുകളും എന്താണ്, വ്യത്യസ്ത കാര്യങ്ങളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ ചേർത്തത്. ഓക്കെ, ഇത് ഒഴിവാക്കാൻ പാടില്ല, ചേർക്കണം. ഇനി നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ വെയർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥമാണ് അവിടെ അല്ലെങ്കിൽ അവിടെ വെച്ച്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി ഒന്നും കൂടി കണ്ടോളി. ഐ വെൻ ടു മൈ ഓൾഡ് സ്കൂൾ എന്നാണ്. ഐ വെൻ ടു മൈ ഓൾഡ് സ്കൂൾ, ഞാൻ എൻ്റെ പഴയ സ്കൂളിലേക്ക് പോയി അല്ലേ, ഞാൻ എൻ്റെ പഴയ സ്കൂളിലേക്ക് പോയി. അവിടെ അവസാനിച്ചു. ഓക്കെയാണ്. എന്നായിക്കോട്ടെ, ശരി. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അവിടെ ഐ മെറ്റ് മൈ ടീച്ചേഴ്സ്, അവിടെ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടു എന്നായി. അവിടെ വെച്ച് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടുമുട്ടിയെന്നായി. ആണല്ലോ? ഇവിടെ കണ്ടോ, ഇതെന്താണ്? ഇതും 2 വ്യത്യസ്ത സെന്റൻസുകളാണ് അല്ലേ. ഇവിടെ വെയർ എന്ന് പറയുന്ന വേർഡിന് മുന്നേ ഉള്ള ഈ ഒരു സെന്റൻസും അതുപോലെ ശേഷമുള്ള ഈ ഒരു ചെറിയ സെന്റൻസും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. ഈ 2നെ ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ചു. എന്തുകൊണ്ട്? വെയർ എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായി? ഇവിടെ നിന്നാണ് അവിടെ എന്നുള്ള അർത്ഥമാണ്. അവിടെ എന്ന് പറയാം, ഞാൻ എൻ്റെ പഴയ സ്കൂളിലേക്ക് പോയി, അവിടെ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടുമുട്ടിയെന്നായി. ഓക്കെ, അപ്പോൾ ഇവിടെ കോമ ഉപയോഗിച്ച് എന്താണ്? 2 വ്യത്യസ്ത കാര്യങ്ങളാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ്. എക്സ്ട്രാ ഇൻഫർമേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്, മീനിങ് ഓക്കെയാണ് അല്ലേ? ആണല്ലോ? അതാ കണ്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ കിടക്കുന്നത്. അതിന് മുന്നേ ഒരു അർത്ഥം കൂടി വെച്ച് നോക്കാം. എന്താ? ഒരു സെന്റൻസ് കൂടി ഉണ്ട്, അവിടെ അല്ലെങ്കിൽ അവിടെ വെച്ച് എന്നുള്ളതിന്. കണ്ടോളേ. ദേ വെൻ ടു ചെന്നൈ,
അവർ ചെന്നൈയിലേക്ക് പോയി. അതാണ് സെന്റൻസ്. അവർ ചെന്നൈയിലേക്ക് പോയി. എന്നിട്ട് എന്നിട്ട് where അവിടെ they attended അവർ പങ്കെടുത്തു. എന്ത്? എ വെഡിങ്. അവർ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു എന്നായി. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ കോമ ഉപയോഗിച്ചു. എന്ത് കാരണം ഈ വെയർ എന്ന് പറയുന്ന വേർഡിന്റെ ശേഷവും മുന്നേയും അതുപോലെ ശേഷവും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. വ്യത്യസ്ത സെന്റൻസുകളെ ഒന്നാക്കിയതാണിത്. ഇത് രണ്ടും രണ്ടാക്കുമ്പോൾ എങ്ങനെ വരിക? ദേ വെന്റ് ടു ചെന്നൈ, ഫുൾ സ്റ്റോപ്പ്, നിർത്തി. എന്നിട്ട് ദേ അറ്റൻഡഡ് എ പാർട്ടി, അല്ലെങ്കിൽ ദേ അറ്റൻഡഡ് എ വെഡിങ് ദയർ. അവർ അവിടെ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു. പക്ഷെ ഇത് രണ്ടാക്കി മുറിച്ച് മാറ്റിയില്ലേ, അത് ഒന്നാക്കി മാറ്റണം, സ്റ്റാൻഡേർഡാക്കി മാറ്റണം. സ്റ്റാൻഡേർഡായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയണം, ദേ വെന്റ് ടു ചെന്നൈ വെയർ ദേ അറ്റൻഡഡ് എ വെഡിങ്. അല്ലേ? ആ വേറെ സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടെ നിന്ന്. അപ്പോൾ അത് ഓക്കെ ആയാലോ? അത് ഓക്കെ ആയി. യെസ്. ഇനിയാണ് നമ്മുടെ വെയർ എന്ന് പറയുന്ന വേർഡിന്റെ യഥാർത്ഥ സ്പെഷ്യൽ പ്രത്യേക അർത്ഥങ്ങൾ കണ്ടോളി. വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി കണ്ടോളി. ദിസ് ഈസ് ദ സ്കൂൾ. ഇതാണ് ആ സ്കൂൾ. ഏത് വെയർ? ഇവിടെ അവിടെ നിന്നല്ല, ഇവിടെ വെയറിന്റെ അർത്ഥം വെക്കാനായിട്ടില്ല മക്കളെ. തപ്പ കണ്ടോളി. ഐ സ്റ്റഡീഡ്. എന്തർത്ഥം? ഐ സ്റ്റഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു എന്നാണ്. ആണല്ലോ, ഞാൻ പഠിച്ചു. അപ്പൊ വെയർ വന്നുകൊണ്ട് എന്താക്കാന്ന് അറിയോ? ചാനാക്കണം. അച്ചു എന്നുള്ളത് ചാനാക്കണം. ഞാൻ പഠിച്ച ആ സ്കൂൾ ഇതാണ്. എപ്പോ എന്നറിയോ? ഇൻ മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച ആ സ്കൂൾ ഇതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ വെയർ എന്ന് പറയുന്ന വേർഡിന് ശേഷമുള്ള ഈ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു സെന്റൻസ് എന്തല്ല, എക്സ്ട്രാ അല്ല മക്കളെ. ഇത് വന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ, ഇതിനർത്ഥം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഇട്ടു. 1 മിനിറ്റ്. അതുപോലെ എൻ്റെ കയ്യിൽ ഒരു സ്കൂളിൻ്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. എക്സ്ക്യൂസ് മീ. ഇതാണ് ആ സ്കൂൾ. ദിസ് ഈസ് ദ സ്കൂൾ. ഇതാണ് ആ സ്കൂൾ. ഏത്? അപ്പോൾ ആ സ്കൂളിനെ കുറിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏതാന്ന് മനസ്സിലാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ വെയറിന് ശേഷമുള്ള ഈ ഒരു സെന്റൻസ് എക്സ്ട്രാ അല്ല മക്കളെ, എക്സ്ട്രാ അല്ല. ഇത് വന്നാലേ സെന്റൻസ് പൂർണ്ണമാവും, അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. ഒന്ന് കണ്ടോളി. ദിസ് ഈസ് ദ സ്കൂൾ വെയർ ഐ സ്റ്റഡീഡ് ഇൻ മൈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച ആ സ്കൂൾ ഇതാണ്. അപ്പൊ ഇവിടെ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നർത്ഥം, ഞാൻ പഠിച്ച. ഇനി ഇത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതും കൂടി കണ്ടോളി. ഇവിടെ വെയർ എന്ന് പറയുന്ന വേർഡിന് തൊട്ട് മുന്നേ ഇതുപോലെ ദ സ്കൂൾ, ദ ഹോട്ടൽ, ദ റെസ്റ്റോറൻറ്റ്, ഇതുപോലെ ചേർത്തിട്ട് പറയില്ല. അല്ലെങ്കിൽ എ ഇങ്ങനെ ചേർത്ത് വരുമ്പോഴാണ് ഇവിടെ ണ്ടാത്ത അർത്ഥം വരിക. കാരണം ഇത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളല്ല പറയുന്നത്. അല്ലല്ലോ, ഒരിക്കലും അല്ല. നമുക്കൊന്നുകൂടി നോക്കിയാലോ. ഇനി ഇവിടെ കോമ വരാൻ പാടില്ല കേട്ടോ. എന്നാണ് ഇവിടെ കോമ ഒരിക്കലും വരാൻ പാടില്ല. കാരണം ഇത് രണ്ടും വ്യത്യസ്ത സെന്റൻസുകളല്ലല്ലോ, ഇത് രണ്ടും ഒന്നാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതില്ല, അതാണ്. ഓക്കെ, ഇത് വന്നാലേ ഇത് പൂർണ്ണമാവും. ഒന്നുകൂടി കണ്ടോളൂ, ഇത് കുഴപ്പമില്ല. ദിസ് ഈസ് ദ ഹൗസ്. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ, ദിസ് ഈസ് ദ ഹൗസ്, ദ റെസ്റ്റോറൻറ്റ്, ദ ഹോട്ടൽ, ഇങ്ങനെയൊക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ വെയർന്ന് അങ്ങനെയൊക്കെ അർത്ഥം. കണ്ടോളി. ദിസ് ഈസ് ദ ഹൗസ്. ഇതാണ് ആ വീട്. ഞാൻ നിങ്ങളെ ഒരു വീട് കാണിക്കുകയാണ്. ഇത് പറയണം, ദിസ് ഈസ് ദ ഹൗസ്. ഇതാണ് ആ വീട്. ഏത് അത് പറഞ്ഞാലേ ഇതിന് അർത്ഥം വരും, അല്ലേ? ആണല്ലോ. ദിസ് ഈസ് ദ ഹൗസ്. ഇതാണ് ആ വീട്. വെയർ ഐ ഗ്രോ അപ്പ്. ഇവിടെ വെയർ അവിടെ അർത്ഥം വെക്കരുത്, വെച്ച അർത്ഥം വരില്ല. അതുകൊണ്ട് ഐ ഗ്രൂ അപ്പ് എന്നർത്ഥം. ഐ ഗ്രൂ അപ്പ്, ഞാൻ വളർന്നു, അല്ലേ? ഐ ഗ്രൂ അപ്പ്, ഞാൻ വളർന്നു. അപ്പോൾ വെയർ വന്നുകൊണ്ട് എന്താക്കണം? ഞാൻ വളർന്നാക്കണം. ആ വളർന്നു എന്നുള്ളത് നാക്കാം, അല്ലേ? നാക്കാം. അപ്പം ഞാൻ വളർന്ന ആ വീട് ഇതാണെന്നായി. ഞാൻ വളർന്ന ആ വീട് ഇതാണ്. മക്കളെ കണ്ടോളി. ഞാൻ വളർന്ന ആ വീട് ഇതാണെന്നായി. അപ്പം ഇവിടെ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാന്നർത്ഥം.
എന്താ കാരണം? അതിന് കാരണം ഈ സെൻറ്റൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. ആണോ? അല്ല. ഇത് രണ്ടും വ്യത്യസ്ത സെൻറ്റൻസുകളാണോ? രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണോ പറയുന്നത്? അല്ല, അത് ഒരിക്കലല്ല, ഒരിക്കലും അല്ല, അല്ലേ? ഇതും തമ്മിൽ തന്നെ ബന്ധമുണ്ട്. അങ്ങനെ ബന്ധമുണ്ടാകുമ്പോൾ എന്താണ് അവിടെ നാച്ചായാണ്ടാത്തൊക്കെ നടത്തും. ഒരു കുഴപ്പമില്ല. മൂന്നാമത്തെ കണ്ടോളി, ഒരു കുഴപ്പമില്ല. ദാറ്റ് ഈസ് ദ റെസ്റ്റോറൻറ്റ്. ഇവിടെ കണ്ടോ, വെയർ എന്ന് പറയുന്ന വേർഡിന് മുന്നേ ഉള്ള ആ ഒരു പ്ലേസ് ഉണ്ട്, സ്ഥലം. ആ സ്ഥലം കണ്ടോ, ദ വന്നു അല്ലേ? ഞാൻ പറഞ്ഞു ദ റെസ്റ്റോറൻറ്റ്, ദ ഹോട്ടൽ, ദ സ്കൂൾ, ഇങ്ങനെയൊക്കെ ദ വെച്ച് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്താണ് നാച്ചായ അർത്ഥം വെക്കണം. ദാറ്റ് ഈസ് ദ റെസ്റ്റോറൻറ്റ്, അതാണ് എന്താണ് ദാറ്റ് ഈസ് ദ, അതാണ് ആ റെസ്റ്റോറൻറ്റ്. ഏത്? ദ വെയർ വി ഹാഡ് ഡിന്നർ. വേണ്ടോ, വി ഹാഡ് ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നർത്ഥം യെസ്റ്റർഡേ അല്ലേ? യെസ്റ്റർഡേ വി ഹാഡ് ഡിന്നർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ചു അല്ലേ? ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ചു. അപ്പോൾ വേറെ വന്നോണെന്തായി? ഇന്നലെ നമ്മൾ ഡിന്നർ ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ച ആ റെസ്റ്റോറൻറ്റ്, അതാണ്. ഇന്നലെ രാത്രിയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത്. ഡിന്നർ കഴിച്ച് തിരിച്ചു വന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അതാണ് ആ റെസ്റ്റോറൻറ്റ്. ഏത്? ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ചില്ലേ? ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ച ആ റെസ്റ്റോറൻറ്റ് അതാണ്. കണ്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ദാറ്റ് ഈസ് ദ റെസ്റ്റോറൻറ്റ്, അതുപോലെ വി ഹാഡ് ഡിന്നർ യെസ്റ്റർഡേ. ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്, അല്ലാതെ ഇത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളല്ല. ഓക്കെ. ഇനി അടുത്താണ് ദകനോളി. ഡു യു റിമെമ്പർ ദ പാർക്ക്? ഇവിടെ ഉണ്ടോ, ദ വന്നു അല്ലേ? ഡു യു റിമെമ്പർ ദ പാർക്ക്? നിനക്ക് ആ പാർക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കൂലേ, ഏത് പാർക്ക്? ഡു യു റിമെമ്പർ ദ പാർക്ക്? നീ ആ പാർക്ക് ഓർക്കുന്നുണ്ടോ? ഏത്? ഗണോളി. വെയർ വി മെറ്റ് ഈച്ച് അതർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇവിടെ ഉണ്ടോ, ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അല്ലേ? വി മെറ്റ് എന്താണ്? നമ്മൾ കണ്ടുമുട്ടി. അപ്പോൾ വേറെ വന്നുകൊണ്ടാക്കി നമ്മൾ കണ്ടുമുട്ടിയ. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയ ആ പാർക്ക് നിനക്ക് ഓർമ്മയുണ്ടോന്ന്? ഓക്കെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്ത് നിങ്ങൾ കോമ വെക്കാൻ പാടില്ല. കാരണം ഇത് രണ്ടും വ്യത്യസ്ത സെൻറ്റൻസുകളല്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് പറയാം. ഇനി നിങ്ങൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ, നിങ്ങൾ സെൻറ്റൻസ് വായിക്കുകയാണ്, അവിടെ വേർ വന്നു. ഓക്കെ, വേറിൻ്റെ മുന്നേ കോമ ആണോ? വേറിൻ്റെ മുന്നേ കോമ ഉണ്ട് ചേർക്കുക. ഉണ്ട് എന്നാണെങ്കിൽ അവിടെ എന്നാണ് വേറിൻ്റെ അർത്ഥം. അവിടെ നിന്നായിരിക്കും. അവിടെ തകണോളി. ദേ വെന്റ് ടു ചെന്നൈ. അവർ ചെന്നൈയിലേക്ക് പോയി. അവിടെ. ഇനി ഇവിടെ അവിടെ എന്ന് വെച്ച് വെക്കാൻ പറ്റുമോ? നമ്മൾ ഇവിടെ അവിടെ എന്നുള്ള അർത്ഥം വെക്കാൻ പറ്റില്ല. നോക്കി. ദിസ് ഈസ് ദ സ്കൂൾ. ഇതാണ് സ്കൂൾ. ഓക്കെ, ഇതാണ് ആ സ്കൂൾ. അവിടെ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചു. അതൊരു പൂർണ്ണമായിട്ടൊരു അർത്ഥം വന്നിട്ടില്ല. ഓക്കെ. അതിന് കാരണം ഇത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളല്ല എന്നാണ്. ഒന്നാണ് ഒറ്റ സെന്റൻസ്. ഫൈൻ. ഓക്കെ ആണോ? ഓക്കെ. ഇനിയും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അയക്കാവുന്നതാണ്. ഓക്കെ. സോ താങ്ക് യു എവരിവൺ.